ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചലഞ്ചിന്റെ ഡേ 42 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചലഞ്ച് ഡേ 42 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇന്ന് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കേരളത്തിലെ കലാപങ്ങളാണ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. കേരള PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ള കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാപങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കി പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ആകുന്നതാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, കേരളത്തിലെ കലാപങ്ങൾ. കേരളത്തിലെ കലാപങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങുവാനുള്ളത് അഞ്ചുതെങ്ങ് കലാപത്തിൽ നിന്നാണ്. കേരളത്തിലെ കലാപങ്ങൾ നമ്മൾ എവിടെ നിന്നാ സുഹൃത്തുക്കളെ പഠിച്ചു തുടങ്ങാനുള്ളത്? അഞ്ചുതെങ്ങ് കലാപത്തിൽ നിന്നാണ്. നമുക്ക് നോക്കാം അഞ്ചുതെങ്ങ് കലാപത്തെ പറ്റി. വളരെ ഡീപ്പായ ഒരു ക്ലാസ് ആണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. അഞ്ചുതെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ആറ്റിങ്ങലിന്റെ ഭാഗമായുള്ള അഞ്ചുതെങ്ങിലെ ഗ്രാമവാസികൾ നയിച്ച കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ആറ്റിങ്ങലിന്റെ ഭാഗമായുള്ള അഞ്ചുതെങ്ങിലെ ഗ്രാമവാസികൾ നയിച്ച കലാപം അറിയപ്പെടുന്ന പേരാണ് അഞ്ചുതെങ്ങ് കലാപം. ഇനി ആറ്റിങ്ങൽ എന്ന് പറയുന്നതിന് സ്ഥാനത്ത് പകരം വർക്കല എന്നാണ് തന്നിരിക്കുന്നെങ്കിൽ അതും ശരി തന്നെയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആറ്റിങ്ങലിന്റെ ഭാഗമായുള്ള അഞ്ചുതെങ്ങിലെ ഗ്രാമവാസികൾ നയിച്ച കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ആറ്റിങ്ങലിന് പകരം വർക്കലയാണ് PSC തന്നിരിക്കുന്നെങ്കിലും അതും ശരി തന്നെയാണ്. പ്രദേശം വ്യത്യാസമില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം എന്നറിയപ്പെടുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്, പഠിക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം എന്നറിയപ്പെടുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. ഒന്നുകൂടി പറയാം, അത്രയും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളെ സുഹൃത്തുക്കളെ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. സംഘടിത കലാപമല്ല. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എത്രയാണ്? 1697. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. അഞ്ചുതെങ്ങ് കലാപ സമയത്ത് ആറ്റിങ്ങൽ ഭരിച്ചിരുന്ന റാണിയാണ് ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് കലാപ സമയത്ത് ആറ്റിങ്ങൽ ഭരിച്ചിരുന്ന റാണി ആരായിരുന്നു? ഉമയമ്മ റാണി ആയിരുന്നു. ഇനി അങ്ങോട്ട് ഒരുപാട് നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഉമയമ്മ റാണിയെ പറ്റി. അതുകൊണ്ട് ഈ പേര് മറക്കരുത്. അഞ്ചുതെങ്ങ് കലാപ സമയത്ത് ആറ്റിങ്ങൽ ഭരിച്ചിരുന്ന റാണിയായിരുന്നു, അല്ലെങ്കിൽ ആറ്റിങ്ങലിന്റെ റാണിയായിരുന്നു ചോദിച്ചാൽ അത് ഉമയമ്മ റാണിയായിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ ആറ്റിങ്ങലിന്റെ ഭാഗമായുള്ള അഞ്ചുതെങ്ങിലെ ഗ്രാമവാസികൾ നയിച്ച കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ആറ്റിങ്ങൽ എന്നുള്ള പ്രദേശത്തിന് പകരം വർക്കല എന്ന പ്രദേശം തന്നിരുന്നാലും ഉത്തരം ശരി തന്നെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപ സമയത്ത് ആറ്റിങ്ങൽ ഭരിച്ചിരുന്ന റാണി എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെട്ടിരുന്ന ഉമയമ്മ റാണിയായിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് ബ്രിട്ടീഷുകാരെ അഞ്ചുതെങ്ങിലേക്ക് ആകർഷിച്ചതിന് കാരണം. എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ സുഹൃത്തുക്കളെ, ബ്രിട്ടീഷുകാരെ അഞ്ചുതെങ്ങിലേക്ക് നയിക്കാൻ. അവർ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എന്തൊക്കെ കാരണങ്ങളായിരുന്നു അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന പ്രദേശത്തിലേക്ക് ബ്രിട്ടീഷുകാരെ ആകർഷിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. കോഴിക്കോട് മേഖലകളിൽ ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിലുണ്ടായ വൻ തകർച്ച. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കോഴിക്കോട് മേഖലകളില് ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിലുണ്ടായ വൻ തകർച്ച ബ്രിട്ടീഷുകാരെ നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി. ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. കോഴിക്കോട് മേഖലകളിൽ ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിലുണ്ടായ തകർച്ച അവരെ തെക്കൻ കേരളത്തിലേക്ക് കച്ചവടത്തിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ തിരിച്ചു എന്ന് പറയാം. കടലിന്റെ സാമീപ്യം സമുദ്ര ഗതാഗതത്തെ സുഗമമാക്കി. അതായത് അഞ്ചുതെങ്ങ് പ്രദേശത്തുള്ള കടലിന്റെ സാമീപ്യം സമുദ്ര ഗതാഗതം ബ്രിട്ടീഷുകാർക്ക് സുഗമമാക്കി. ജലഗതാഗതത്തിന് സൗകര്യപ്രദമായ പ്രദേശമായിരുന്നു അഞ്ചുതെങ്ങ്. അതിനുള്ള കാരണം നമുക്ക് താഴെ പറയാം കേട്ടോ. ജലഗതാഗതത്തിന് സൗകര്യപ്രദമായ പ്രദേശമായിരുന്നു അഞ്ചുതെങ്ങ്. സൈനിക സാമഗ്രികളും പട്ടാളക്കാരെയും വളരെ വേഗം എത്തിക്കുവാനും ചരക്കുകൾ സൂക്ഷിക്കുവാനുമുള്ള എളുപ്പവും അഞ്ചുതെങ്ങിലേക്ക് ബ്രിട്ടീഷുകാരെ ആകർഷിച്ചു. സൈനിക സാമഗ്രികളും അതുപോലെ പട്ടാളക്കാരെയും വളരെ വേഗം എത്തിക്കുവാൻ കഴിയുന്നതും ചരക്കുകൾ സൂക്ഷിക്കുവാനുള്ള എളുപ്പവും എന്തിനാണ് ബ്രിട്ടീഷുകാരെ അഞ്ചുതെങ്ങിലേക്ക് ആകർഷിച്ചു.
തെക്കൻ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന കുരുമുളക് വാമനപുരം നദിയിലൂടെയും കഠിനംകുളം കായലിലൂടെയും അഞ്ചുതെങ്ങിലേക്ക് വളരെ വേഗം എത്തിക്കുവാൻ കഴിയുമായിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. തെക്കൻ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന കുരുമുളക് വാമനപുരം നദിയിലൂടെയും അതുപോലെ തന്നെ കഠിനംകുളം കായലിലൂടെയും അഞ്ചുതെങ്ങിലേക്ക് വളരെ വേഗം എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നതും ബ്രിട്ടീഷുകാരെ അഞ്ചുതെങ്ങിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ബ്രിട്ടീഷുകാരെ അഞ്ചുതെങ്ങിലേക്ക് ആകർഷിച്ച കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കോഴിക്കോട് മേഖലകളിൽ ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിലുണ്ടായ തകർച്ച ബ്രിട്ടീഷുകാരെ തെക്കൻ കേരളത്തിലേക്കുള്ള കച്ചവടത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. കടലിന്റെ സാമീപ്യം, അതായത് അഞ്ചുതെങ്ങിലെ കടലിന്റെ സാമീപ്യം സമുദ്ര ഗതാഗതത്തെ സുഗമമാക്കി. ജലഗതാഗതത്തിന് സൗകര്യപ്രദമായ പ്രദേശമായിരുന്നു അഞ്ചുതെങ്ങ്. ഇതും ബ്രിട്ടീഷുകാരെ അഞ്ചുതെങ്ങിലേക്ക് ആകർഷിച്ചു. സൈനിക സാമഗ്രികളും പട്ടാളക്കാരെയും വളരെ വേഗം എത്തിക്കുവാനും ചരക്കുകൾ സൂക്ഷിക്കുവാനുമുള്ള എളുപ്പം അഞ്ചുതെങ്ങിലേക്ക് ബ്രിട്ടീഷുകാരെ ആകർഷിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, തെക്കൻ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന കുരുമുളക് വാമനപുരം നദിയിലൂടെയും കഠിനംകുളം കായൽ വഴിയും വളരെ വേഗം അഞ്ചുതെങ്ങിൽ എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഇതും ബ്രിട്ടീഷുകാരെ അഞ്ചുതെങ്ങിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണിയും തമ്മിലുള്ള ബന്ധമായിരുന്നു. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണിയും തമ്മിലുള്ള ബന്ധമായിരുന്നു നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് പ്രധാനമായിട്ടും അഞ്ചുതെങ്ങ് കലാപത്തിലേക്കും അതുപോലെ തന്നെ ആറ്റിങ്ങൽ കലാപത്തിലേക്കും നയിച്ചത്. എന്തായിരുന്നു ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണിയും തമ്മിലുള്ള ബന്ധമെന്ന് നമുക്കൊന്ന് നോക്കാം. 1684 വർഷം ഒന്നുകൂടി പറയുന്നു സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1684 ആറ്റിങ്ങൽ റാണിയുമായി സൗഹൃദത്തിലായ ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിലെ ചെറിയൊരു മണൽ പ്രദേശം വ്യവസായശാല നിർമ്മിക്കുവാൻ അനുമതി ലഭിച്ചു. 1684 ആറ്റിങ്ങൽ റാണിയുമായി സൗഹൃദത്തിലായ ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിലെ ചെറിയൊരു മണൽ പ്രദേശം വ്യവസായശാല നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ ഫാക്ടറി നിർമ്മിക്കുവാനായിട്ടുള്ള അനുമതി ലഭിച്ചു. ഇനി വ്യവസായശാല എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവല്ലേ, ഫാക്ടറി തന്നെയാണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഫാക്ടറി എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫാക്ടറി അല്ലെങ്കിൽ വ്യവസായശാല നിർമ്മിക്കുവാനുള്ള അനുമതി ലഭിച്ചു. അപ്പോ ബ്രിട്ടീഷുകാർക്ക് ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അഞ്ചുതെങ്ങിലെ വ്യവസായശാല നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് 1684 പഠിക്കുക. വില കൂടിയ സമ്മാനങ്ങൾ നൽകി റാണിയുമായി ചങ്ങാത്തത്തിലായ ബ്രിട്ടീഷുകാർ 1690 അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയുന്നതിന് അനുമതി നേടിയെടുത്തു. വില കൂടിയ സമ്മാനങ്ങൾ നൽകി റാണിയുമായി ചങ്ങാത്തത്തിലായ ബ്രിട്ടീഷുകാര് 1690 അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയുന്നതിന് അനുമതി നേടിയെടുത്തു. 1695 കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ടയായ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തീകരിച്ചു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 1695 ആ വർഷം മറക്കരുത്. 1695 കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ടയായ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തീകരിച്ചു. വളരെ വൈകാതെ തന്നെ ബ്രിട്ടീഷുകാർ ബോംബെ കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാന സങ്കേതമായി അഞ്ചുതെങ്ങിനെ വളർത്തി. അതിനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ വൈകാതെ തന്നെ ബ്രിട്ടീഷുകാർ ബോംബെ കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതമായിട്ട് അഞ്ചുതെങ്ങിനെ വളർത്തിയെടുത്തു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുന്നതിന് അഞ്ചുതെങ്ങ് കോട്ട സഹായകമായി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. തെക്കൻ കേരളത്തിൽ മാത്രമല്ല മധ്യ കേരളത്തിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുന്നതിന് അഞ്ചുതെങ്ങ് കോട്ട സഹായകമായി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണിയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറഞ്ഞത്. 1684 ആറ്റിങ്ങൽ റാണിയുമായി സൗഹൃദത്തിലായ ബ്രിട്ടീഷുകാര് അഞ്ചുതെങ്ങിലെ ചെറിയൊരു മണൽ പ്രദേശത്ത് വ്യവസായശാല നിർമ്മിക്കുവാനുള്ള അനുമതി നേടിയെടുത്തു. വില കൂടിയ സമ്മാനങ്ങൾ നൽകി റാണിയുമായി ചങ്ങാത്തത്തിലായ ബ്രിട്ടീഷുകാരെ 1690 അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയുന്നതിന് അനുമതി നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വർഷങ്ങൾ നമ്മൾ പറഞ്ഞു. 1684 എന്താ പ്രത്യേകത? റാണിയുമായിട്ട്, ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മൽ റാണിയുമായിട്ട് സൗഹൃദത്തിലായ ബ്രിട്ടീഷുകാരെ ഒരു വ്യവസായശാല അഞ്ചുതെങ്ങിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഫാക്ടറി അഞ്ചുതെങ്ങിൽ നിർമ്മിക്കുന്നതിന് അനുമതി നേടിയെടുത്തു. 1690 ഈ ചങ്ങാത്തത്തിലൂടെ തന്നെ അവരെന്ത് ചെയ്തു? അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയുന്നതിനും അനുമതി നേടിയെടുത്തു. 1695 കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ടയായ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തീകരിച്ചു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. വളരെ വൈകാതെ തന്നെ ബ്രിട്ടീഷുകാർ ബോംബെ കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതമായി അഞ്ചുതെങ്ങിനെ വളർത്തിയെടുക്കുകയും
തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുന്നതിന് അഞ്ചുതെങ്ങ് കോട്ട സഹായിക്കുകയും ചെയ്തു. പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണങ്ങളാണ്. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ബ്രിട്ടീഷുകാർ നിശ്ചയിച്ചിരുന്ന വിലയ്ക്ക് കർഷകർ കുരുമുളക് നൽകണമെന്ന് ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റും PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യവുമാണ്. ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് കർഷകർ കുരുമുളക് ബ്രിട്ടീഷുകാർക്ക് നൽകണമെന്ന് ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചു. ഇതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണമായിട്ട് നമ്മുടെ PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഠിക്കുക. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടന്റ് ആണ്. ബ്രിട്ടീഷുകാർ നിശ്ചയിച്ചിരുന്ന വിലയ്ക്ക് കുരുമുളക് നൽകണമെന്ന് ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാല് കുരുമുളകിന്റെ കുത്തക അവകാശം ബ്രിട്ടീഷുകാർക്ക് ആറ്റിങ്ങൽ റാണി നൽകിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കാരണം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഒന്നുകിൽ PSC ചോദിക്കും ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് കർഷകൻ കുരുമുളക് ബ്രിട്ടീഷുകാർക്ക് നൽകണമെന്ന്, അല്ലെന്നുണ്ടെങ്കിൽ പറയാം കുരുമുളകിന്മേലുള്ള കുത്തക അവകാശം ആറ്റിങ്ങൽ റാണി ആർക്ക് നൽകി? ബ്രിട്ടീഷുകാർക്ക് നൽകിയത് എന്തിന് കാരണമായി? അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണമായി. പഠിക്കുക. ആറ്റിങ്ങൽ റാണി സൗജന്യമായി അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് സ്ഥലവാസികളെ രോക്ഷകുലരാക്കി. ആറ്റിങ്ങൽ റാണി സൗജന്യമായി അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് സ്ഥലവാസികളെ രോക്ഷകുലരാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ തികഞ്ഞ അഴിമതിക്കാരും ജനദ്രോഹികളുമായിരുന്നു. നാട്ടുകാരെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് അവർ ഒരു വിനോദമാക്കി. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ തിരിയുന്നതിന് അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലവാസികൾ തിരിയുന്നതിന് കാരണമായി. എന്താ പറഞ്ഞത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ തികഞ്ഞ അഴിമതിക്കാരും ജനദ്രോഹികളുമായിരുന്നു. നാട്ടുകാരെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് അവരൊരു വിനോദമാക്കിയിരുന്നു. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ തിരിയുന്നതിന് കാരണമായി. ബ്രിട്ടീഷുകാരാൽ പൊറുതിമുട്ടിയ നാട്ടുകാർ 1697 അഞ്ചുതെങ്ങിലെ ഫാക്ടറി ആക്രമിക്കുകയും ഇംഗ്ലീഷുകാരെ കൂട്ടക്കൊല ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തു. അതിലൊരു പരിധിവരെ നാട്ടുകാർ വിജയിച്ചു കേട്ടോ. കുറച്ച് ഇംഗ്ലീഷുകാരെയൊക്കെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരാൽ പൊറുതിമുട്ടിയ നാട്ടുകാരെ 1697 ഡേറ്റ് മറക്കല്ലേ, 1697 അഞ്ചുതെങ്ങിലെ ഫാക്ടറി ആക്രമിക്കുകയും ഇംഗ്ലീഷുകാരെ കൂട്ടക്കൊല ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തു. കോട്ട പിടിച്ചെടുക്കുന്നതിനുള്ള കലാപകാരികളുടെ ശ്രമം ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തു? വിഫലമാക്കുകയും ചെയ്തു. പഠിക്കുക. കോട്ട പിടിച്ചെടുക്കുവാനുള്ള കലാപകാരികളുടെ ശ്രമം ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിയാൽ എന്ത് ചെയ്തു? വിഫലമാവുകയും ചെയ്തു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് PSC ചോദിക്കുന്നത് എന്താണ്? ബ്രിട്ടീഷുകാർ നിശ്ചയിച്ചിരുന്ന വിലയ്ക്ക് കർഷകൻ കുരുമുളക് ബ്രിട്ടീഷുകാർക്ക് നൽകണമെന്ന് നിർബന്ധിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാല് കുരുമുളകിന്മേലുള്ള കുത്തക അവകാശം ബ്രിട്ടീഷുകാർക്ക് ആറ്റിങ്ങൽ റാണി നൽകിയത്. ആറ്റിങ്ങൽ റാണി സൗജന്യമായി അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും സ്ഥലവാസികളെ രോക്ഷാകുലരാക്കി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ തികഞ്ഞ അഴിമതിക്കാരും ജനദ്രോഹികളുമായിരുന്നു. നാട്ടുകാരെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് അവർ ഒരു വിനോദമാക്കി. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ തിരിയുന്നതിന് കാരണമായി. ബ്രിട്ടീഷുകാരാൽ പൊറുതിമുട്ടിയ നാട്ടുകാർ 1697 അഞ്ചുതെങ്ങിലെ ഫാക്ടറി ആക്രമിക്കുകയും ഇംഗ്ലീഷുകാരെ കൂട്ടക്കൊല ചെയ്യുവാനും ശ്രമിച്ചു. കോട്ട പിടിച്ചെടുക്കുവാനുള്ള കലാപകാരികളുടെ ശ്രമം ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിയാൽ വിഫലമാവുകയും ചെയ്തു. പഠിക്കുക. ഫാക്ടറി പുനർനിർമ്മിച്ചു നൽകുന്നതിനായി ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാരുമായി പുതിയൊരു ഉടമ്പടി നിർബന്ധിതമായി ഒപ്പുവെക്കേണ്ടി വന്നു. ഇതിൻ പ്രകാരം വലിയൊരു തുക ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടതായും വന്നു. ഏകദേശം 80,000 രൂപ ബ്രിട്ടീഷുകാർക്ക് നൽകിയെന്നാണ് കണക്കുകൾ പറയുന്നത്, അല്ലെങ്കിൽ 80,000 പൊൻപണം ബ്രിട്ടീഷുകാർക്ക് നൽകിയെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് കൃത്യമായ ഡേറ്റാസ് ഇല്ല. എന്നാലും സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഫാക്ടറി പുനർനിർമ്മിച്ചു നൽകുന്നതിനായി ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാരുമായി പുതിയൊരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതിന് നിർബന്ധിതമായി. ഈ ഉടമ്പടി പ്രകാരം വലിയൊരു തുക ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടി വന്നു. ഏകദേശം 80,000 പൊൻപണമാണ് എന്നാണ് കണക്ക് പറയുന്നത്. കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. ഇനി PSC ആ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റരുത്. ഇത്രയുമായിരുന്നു നമ്മുടെ അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചത്. നമുക്ക് അടുത്ത കലാപത്തിലേക്ക് കടക്കാം. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ആറ്റിങ്ങൽ കലാപം. PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ള മേഖലയാണ് ആറ്റിങ്ങൽ കലാപം. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇത് പഠിക്കാതെ പോകരുത്. അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള മേഖലയാണ് ആറ്റിങ്ങൽ കലാപം. ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആറ്റിങ്ങൽ കലാപം.
നമുക്ക് നോക്കാം എന്താണ് ആറ്റിങ്ങൽ കലാപമെന്ന്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനും പീഡനങ്ങൾക്കുമെതിരെ ആറ്റിങ്ങലിലെ ഒരു കൂട്ടം ജനങ്ങൾ സംഘടിച്ച് നടത്തിയ കലാപം അറിയപ്പെടുന്ന പേരാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനും പീഡനങ്ങൾക്കുമെതിരെ ആറ്റിങ്ങലിലെ ഒരു കൂട്ടം ജനങ്ങൾ സംഘടിച്ച് നടത്തിയ കലാപം അറിയപ്പെടുന്ന പേരാണ് ആറ്റിങ്ങൽ കലാപം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എന്താണ് ആറ്റിങ്ങൽ കലാപം എന്ന് ചോദിച്ചാല്, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനും പീഡനങ്ങൾക്കുമെതിരെ ആറ്റിങ്ങൽ ഒരു കൂട്ടം ജനങ്ങൾ സംഘടിപ്പിച്ചു നടത്തിയ കലാപം അറിയപ്പെടുന്ന പേരാണ് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. അതാണ് ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത്. സുഹൃത്തുക്കൾ പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. വീണ്ടും പറയുന്നു, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമായിരുന്നു. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15 തീയതി. ഫുൾ ഡേറ്റ് പഠിച്ചോളണേ. പണ്ടത്തെ പോലെ 1721 വാല് മാത്രം പഠിച്ചോണ്ട് പോവല്ലേ. പൂർണ്ണമായ തീയതി PSC ഇപ്പോ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പഠിക്കുക. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15 തീയതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ആണ്, പഠിക്കുക. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ആദിത്യവർമ്മ തമ്പുരാനായിരുന്നു. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ആദിത്യവർമ്മ തമ്പുരാനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനും പീഡനങ്ങൾക്കുമെതിരെ ആറ്റിങ്ങലിലെ ഒരു കൂട്ടം ജനങ്ങൾ സംഘടിച്ച് നടത്തിയ കലാപം അറിയപ്പെടുന്ന പേരാണ് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം കൃത്യമായ ഡേറ്റ് പഠിക്കുക. 1721 ഏപ്രിൽ മാസം 15 തീയതിയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വർഷമാണിത്, പഠിക്കുക. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ആദിത്യവർമ്മ തമ്പുരാനാണ്. ആരാണ്? ആദിത്യവർമ്മ തമ്പുരാനാണ്. പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ച മേഖലയാണ്. ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ആറ്റിങ്ങൽ കലാപ സമയത്ത് അഞ്ചുതെങ്ങ് കോട്ടയുടെ തലവനായിരുന്നു ക്യാപ്റ്റൻ ഗീഫോർട്ട്. ഈ പേരങ്ങ് കാണാതെ പഠിച്ചു വെച്ചോളണേ. ആറ്റിങ്ങൽ കലാപ സമയത്ത് അഞ്ചുതെങ്ങ് കോട്ടയുടെ തലവനായിരുന്നു ബ്രിട്ടീഷ് മേധാവിയായിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈനിക മേധാവിയായിരുന്ന ക്യാപ്റ്റൻ ഗീഫോർട്ട്. തദ്ദേശവാസികളോട് ക്രൂരമായി പെരുമാറിയിരുന്ന ഗീഫോർഡ് തദ്ദേശവാസികളുടെ വെറുപ്പ് സമ്പാദിച്ചു. ഇമ്പോർട്ടന്റ് പോയിന്റ്, തദ്ദേശവാസികളോട് ക്രൂരമായി പെരുമാറിയിരുന്ന ഗീഫോർഡ് തദ്ദേശവാസികളുടെ വെറുപ്പ് വളരെ വേഗം തന്നെ സമ്പാദിച്ചു. വർഷം തോറും ആറ്റിങ്ങൽ റാണിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകി പോന്നിരുന്നു. വർഷങ്ങൾ തോറും ആറ്റിങ്ങൽ റാണിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകിപ്പോയിരുന്നു. പിള്ളമാരുടെ പ്രതിനിധികൾ മുഖേന മാത്രമേ റാണിക്ക് പാരിതോഷികങ്ങൾ നൽകുവാൻ പാടുള്ളൂ എന്ന പിള്ളമാരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട ആറ്റിങ്ങൽ കലാപത്തിന്റെ കാരണമെന്ന് പറയപ്പെടുന്നു. അതായത് വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് വളരെ വിലപിടിപ്പുള്ള പാരിതോഷികങ്ങളുമായിട്ട് ആറ്റിങ്ങൽ റാണിയെ പോയി എല്ലാ വർഷവും കാണും. അതിനോടൊപ്പം തന്നെ ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കുവാനുള്ള കപ്പവും കൂടെ ഇവർ കൂടെ കൊണ്ടുപോകുന്നു. ഇവരവിടെ ചെന്നിട്ട് ഈ വിലപ്പെട്ട പാരിതോഷികങ്ങളൊക്കെ ആറ്റിങ്ങൽ റാണിക്ക് അല്ലെങ്കിൽ ഉമയമ്മ റാണിക്ക് സമർപ്പിക്കുകയും എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാല് നൈസിന് ഉമയമ്മ റാണിയിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നേടിയെടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതിങ്ങനെ കൂടിക്കൂടി വന്നപ്പോഴേക്കും നമ്മുടെ ആറ്റിങ്ങൽ അടക്കമുള്ള പ്രദേശം, അതായത് ആറ്റിങ്ങൽ റാണിയുടെ കൈവശമുള്ള ഒരു ഭൂരിഭാഗം പ്രദേശവും ആരുടെ കൈകളിലായി? ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും എന്നുള്ളൊരു അവസ്ഥ വന്നതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ ഉണ്ടായിരുന്ന പിള്ളമാര് ഒരു കാര്യം തീരുമാനിച്ചു. പിള്ളമാരുടെ പ്രതിനിധികൾ മുഖേന മാത്രമേ പാരിതോഷികങ്ങള് ഉമയമ്മ റാണിക്ക് കൊടുക്കുവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പിള്ളമാരുടെ പ്രതിനിധികൾ അവിടെയുണ്ട്. അപ്പോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? വിലപ്പെട്ട പാരിതോഷികങ്ങൾ കൊണ്ടുവന്ന് പിള്ളമാരുടെ കൈ കൊടുക്കണം. എന്നിട്ട് പിള്ളമാരും ബ്രിട്ടീഷുകാരും ചേർന്ന് എന്ത് ചെയ്യും? പാരിതോഷികങ്ങള് ആർക്ക് നൽകും? ആറ്റിങ്ങൽ റാണിക്ക് നൽകും. എന്നിട്ട് ബ്രിട്ടീഷുകാർ എന്തെങ്കിലുമൊക്കെ ആവശ്യം പറയുമ്പോൾ പിള്ളമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ആറ്റിങ്ങൽ റാണി തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ. ഇതാണ് പിള്ളമാര് ഉദ്ദേശിച്ചത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ബുദ്ധിയുള്ള ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പിള്ളമാരുടെ ഈ ഒരു ഇടപെടൽ എന്ത് ചെയ്തു? ആദ്യം തന്നെ അങ്ങ് നിരസിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. പിള്ളമാരുടെ പ്രതിനിധികൾ മുഖേന മാത്രമേ റാണിക്ക് പാരിതോഷികങ്ങൾ നൽകുവാൻ പാടുള്ളൂ എന്ന്
പിള്ളമാരുടെ ആവശ്യം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അവിടെ വെച്ച് തന്നെ അങ്ങ് നിരസിച്ചു. അതിനുള്ള കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് സമീപം കച്ചവടക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഹിന്ദു സമുദായത്തിൽപ്പെട്ട മറ്റു ചിലരുടെയും മൃതദേഹങ്ങൾ വെടികൊണ്ട പാടുകളുമായി കരയ്ക്കടിഞ്ഞു. തദ്ദേശവാസികൾക്ക് ബ്രിട്ടീഷുകാരോടുള്ള പക ആളിക്കത്തിച്ചതും ഇതിനൊരു കാരണമായി. അപ്പൊ ഇതുകൂടി ഒന്ന് പഠിച്ചോളണേ. അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് സമീപത്ത് കച്ചവടക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഹിന്ദു സമുദായത്തിൽപ്പെട്ട മറ്റു ചിലരുടെയും മൃതദേഹങ്ങള് വെടികൊണ്ട പാടുകളുമായി കടൽക്കരയിൽ അടിയുകയും തദ്ദേശവാസികൾക്ക് ഇത് ബ്രിട്ടീഷുകാർക്കെതിരായുള്ള പക ആളിക്കത്തിക്കുന്നതിനും കാരണമായി. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ആറ്റിങ്ങൽ കലാപ സമയത്ത് അഞ്ചുതെങ്ങ് കോട്ടയുടെ തലവൻ ആരായിരുന്നു? ക്യാപ്റ്റൻ ഗീഫോർഡ് ആയിരുന്നു. തദ്ദേശവാസികളുടെ ക്രൂരമായി പെരുമാറിയുന്ന ഗീഫോർഡ്സ് തദ്ദേശവാസികളുടെ വെറുപ്പ് സമ്പാദിച്ചു. വർഷം തോറും ആറ്റിങ്ങൽ റാണിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകി പോന്നിരുന്നു. പിള്ളമാരുടെ പ്രതിനിധികൾ മുഖേന മാത്രമേ റാണിക്ക് പാരിതോഷികങ്ങൾ നൽകുവാൻ പാടുള്ളൂ എന്ന പിള്ളമാരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിക്കുകയും ചെയ്തു. അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് സമീപം കച്ചവടക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഹിന്ദു സമുദായത്തിൽപ്പെട്ട മറ്റു ചിലരുടെയും മൃതദേഹങ്ങൾ വെടികൊണ്ട പാടുകളുമായി കരക്കടിഞ്ഞതും തദ്ദേശവാസികൾക്ക് ബ്രിട്ടീഷുകാരോടുള്ള പക ആളിക്കത്തിക്കുന്നതിന് കാരണമായി. പഠിക്കുക. സാധുക്കളായിരുന്ന സാധാരണ ജനങ്ങൾക്ക് നേരെ മദ്യാസക്തിയിൽ വിനോദമെന്നോണം വെടിവെച്ച് രസിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രവൃത്തി തദ്ദേശവാസികളിൽ ബ്രിട്ടീഷുകാർക്കെതിരായ വിദ്വേഷം ആളിക്കത്തിച്ചു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. സാധുക്കളായിരുന്ന സാധാരണ ജനങ്ങൾക്ക് നേരെ മദ്യാസക്തിയിൽ വിനോദമെന്നോണം വെടിവെച്ച് രസിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രവൃത്തി തദ്ദേശവാസികളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വിദ്വേഷം ആളിക്കത്തിച്ചു. ഗീഫോർഡ്സിന്റെ അനുയായിയും പറങ്കിയുമായിരുന്ന ഇഗ്നേഷ്യോ മലറിയോസ്, ആ പേരങ്ങ് പഠിച്ചു വെച്ചോളണേ. ഗീഫോർഡ്സിന്റെ അനുയായിയായിരുന്നതും അതുപോലെ തന്നെ പറങ്കിയായിരുന്നതുമായ ഇഗ്നേഷ്യോ മലോറിയസ് കുരുമുളകിന്റെ അളവിലും തൂക്കത്തിലും നടത്തിയ വൻ തട്ടിപ്പും ആറ്റിങ്ങൽ കലാപത്തിന് ഒരു കാരണമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഗീഫോർഡ്സിന്റെ അനുയായിയായിരുന്ന പറങ്കിയായ ഇഗ്നേഷ്യോ മലോറിയസ് കുരുമുളകിന്റെ അളവിലും തൂക്കത്തിലും നടത്തിയ വൻ തട്ടിപ്പ് ആറ്റിങ്ങൽ കലാപത്തിന് ഒരു കാരണമാണ്. ബ്രാഹ്മണരെയും സാധാരണ മുസ്ലിങ്ങളെയും കോട്ടയിൽ ബലാത്കാരമായി കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ പീഡിപ്പിച്ചിരുന്നു. ഇത് ബ്രാഹ്മണരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തിരിയുന്നതിന് കാരണമായി. ഒന്നുകൂടി പറയാം. ബ്രാഹ്മണരെയും സാധാരണ മുസ്ലിങ്ങളെയും കോട്ടയിൽ, അതായത് അഞ്ചുതെങ്ങ് കോട്ടയിൽ കൊണ്ടുവന്ന് ബലാത്കാരമായി കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ പീഡിപ്പിച്ചിരുന്നു. ഇതും എന്തിന് കാരണമായി? ബ്രാഹ്മണർക്കും അതുപോലെ തന്നെ മുസ്ലിം ജനങ്ങളും ബ്രിട്ടീഷുകാരെതിരാകുന്നതിന് കാരണമായി. ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ ജാതിമത ഭേദമന്യേ ജനങ്ങളെല്ലാം ഒന്നിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിക്കുകയും ചെയ്തു. ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ ജനങ്ങളെല്ലാവരും ഒന്നിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിക്കുകയും ചെയ്തു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സാധുക്കളായിരുന്ന സാധാരണ ജനങ്ങൾക്ക് നേരെ മദ്യാസക്തിയിൽ വിനോദമെന്നോണം വെടിവെച്ച് രസിക്കുന്ന ബ്രിട്ടീഷുകാരുടെ പ്രവൃത്തി തദ്ദേശവാസികളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിദ്വേഷം ആളിക്കത്തിച്ചു. ഗീഫോർഡ്സിന്റെ അനുയായിയും പറങ്കിയുമായിരുന്ന ഇഗ്നേഷ്യോ മലോറിയസ് കുരുമുളകിന്റെ അളവിലും തൂക്കത്തിലും നടത്തിയ വൻ തട്ടിപ്പും ആറ്റിങ്ങൽ കലാപത്തിന് കാരണമായി. ബ്രാഹ്മണരെയും സാധാരണ മുസ്ലിങ്ങളെയും കോട്ടയിൽ ബലാത്കാരമായി കൊണ്ടുവന്ന ബ്രിട്ടീഷുകാർ പീഡിപ്പിച്ചിരുന്നു. ഇത് ബ്രാഹ്മണരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ആർക്കെതിരാക്കി? ബ്രിട്ടീഷുകാർക്ക് എതിരാക്കി. ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ ജാതി മത ഭേദമില്ലാതെ ജനങ്ങളെല്ലാം ഒന്നിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിക്കുകയും ചെയ്തു. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളാണ്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. 1721 ഏപ്രിൽ മാസം 15-ാം തീയതി പിള്ളമാരുടെ ആവശ്യം അവഗണിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഗീഫോർഡ്സും 140 ബ്രിട്ടീഷ് പട്ടാളക്കാരും അടങ്ങുന്ന സംഘം ജലമാർഗം ആറ്റിങ്ങൽ റാണിയുടെ കൊട്ടാരത്തിലെത്തി. ഇതാണ് സംഭവത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപത്തിന്റെ തുടക്കം ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. 1721 ഏപ്രിൽ മാസം 15-ാം തീയതി പിള്ളമാരുടെ ആവശ്യം അവഗണിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഗീഫോർഡ്സും 140 ബ്രിട്ടീഷ് പട്ടാളക്കാരും അടങ്ങുന്ന സംഘം ജലമാർഗം ആറ്റിങ്ങൽ റാണിയുടെ കൊട്ടാരത്തിലെത്തി. റാണിക്ക് പാരിതോഷികങ്ങൾ നൽകി മടങ്ങിയ ക്യാപ്റ്റൻ ഗീഫോർഡ്സിനെയും 140 ബ്രിട്ടീഷ് പട്ടാളക്കാരെയും ജനങ്ങൾ വളയുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ആറ്റിങ്ങൽ റാണിക്ക് പാരിതോഷികങ്ങൾ നൽകി മടങ്ങിയ ക്യാപ്റ്റൻ ഗീഫോർഡ്സിനെയും 140 ബ്രിട്ടീഷ് പട്ടാളക്കാരെയും ജനങ്ങൾ വളയുകയും
കൊലപ്പെടുത്തുകയും ചെയ്തു. ഗീഫോർഡ്സിനെയും കൂട്ടാളികളെയും വധിച്ച ശേഷം കലാപകാരികൾ അഞ്ചുതെങ്ങ് കോട്ട വളഞ്ഞു. ഗീഫോർഡ്സിനെയും കൂട്ടാളികളെയും അല്ലെങ്കിൽ പട്ടാളക്കാരെയും വധിച്ച ശേഷം കലാപകാരികൾ അഞ്ചുതെങ്ങ് കോട്ട വളഞ്ഞു. ഗണ്ണർ ഇൻസ് എന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവി ഇത് മുൻകൂട്ടി അറിയുകയും ശക്തമായ കാവൽ അഞ്ചുതെങ്ങ് കോട്ടയിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ ഗണ്ണർ ഇൻസ് എന്നുള്ള പേരങ്ങ് പഠിച്ചോളണേ. ഗണ്ണർ ഇൻസ് എന്നുള്ള ബ്രിട്ടീഷ് പട്ടാള മേധാവി മുൻകൂട്ടി അറിയുകയും, എന്താ മുൻകൂട്ടി അറിഞ്ഞത്? നമ്മുടെ കലാപകാരികള് അഞ്ചുതെങ്ങ് കോട്ട വളയാൻ പോകുന്ന കാര്യം മുൻകൂട്ടി അറിയുകയും അതുകൊണ്ട് തന്നെ ശക്തമായ കാവൽ അഞ്ചുതെങ്ങ് കോട്ടയിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1721 ഏപ്രിൽ മാസം 15-ാം തീയതി പിള്ളമാരുടെ ആവശ്യം അവഗണിച്ച്, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു എന്തായിരുന്നു സുഹൃത്തുക്കളെ പിള്ളമാരുടെ ആവശ്യം? പിള്ളമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പിള്ളമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ബ്രിട്ടീഷുകാർ എന്താണ് വില കൂടിയ വസ്തുക്കൾ ആർക്ക് നൽകാവൂ? റാണിക്ക് നൽകാവൂ എന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ബ്രിട്ടീഷുകാർ അതുപോലെ തന്നെ അവഗണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ 1721 ഏപ്രിൽ മാസം 15-ാം തീയതി പിള്ളമാരുടെ ആവശ്യം അവഗണിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഗീഫോർഡ്സും 140 ബ്രിട്ടീഷ് പട്ടാളക്കാരും അടങ്ങുന്ന സംഘം ജലമാർഗം ആറ്റിങ്ങൽ റാണിയുടെ കൊട്ടാരത്തിലെത്തി. റാണിക്ക് പാരിതോഷികം നൽകി മടങ്ങിയ ക്യാപ്റ്റൻ ഗീഫോർഡ്സിനെയും 140 ബ്രിട്ടീഷ് പട്ടാളക്കാരെയും ജനങ്ങൾ വളയുകയും, അതായത് ആറ്റിങ്ങൽ ജനങ്ങൾ വളയുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഗീഫോർഡ്സിന്റെ കൂട്ടാളികളെയും വധിച്ച ശേഷം കലാപകാരികൾ അഞ്ചുതെങ്ങ് കോട്ട വളഞ്ഞു. ഗണ്ണർ ഇൻസ് എന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവി ഇത് മുൻകൂട്ടി അറിയുകയും ശക്തമായ കാവൽ അഞ്ചുതെങ്ങ് കോട്ടയിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. പഠിക്കുക. 6 മാസക്കാലം നീണ്ടുനിന്ന അഞ്ചുതെങ്ങ് കോട്ടയിലെ ഉപരോധം തലശ്ശേരിയിൽ നിന്നും കൂടുതൽ പട്ടാളക്കാരെത്തിയാണ് അടിച്ചമർത്തിയത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിച്ചോളണേ. 6 മാസക്കാലം നീണ്ടുനിന്ന അഞ്ചുതെങ്ങ് കോട്ടയുടെ ഉപരോധം തലശ്ശേരിയിൽ നിന്നും കൂടുതൽ പട്ടാളക്കാരെത്തിയാണ് അടിച്ചമർത്തിയത്. ആറ്റിങ്ങൽ കലാപത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങൾക്ക് സഹായം നൽകിയ വ്യക്തിത്വമാണ് കുടമൺ പിള്ള. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണില്ല, പഠിക്കുക. ഡീപ്പ് പോയിന്റ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങൾക്ക് സഹായം നൽകിയ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് കുടമൺ പിള്ളയായിരുന്നു. കുടമൺ പിള്ളയുടെ കളരിയിൽ വീരമാർത്താണ്ഡന്റെയും മണമേൽ ഗുരുക്കളുടെയും നേതൃത്വത്തിൽ നാട്ടുകാർ കഠിനമായ അഭ്യാസമുറകൾ പഠിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ നടത്തിയിരുന്ന ഈ പരിശീലനം ബ്രിട്ടീഷുകാർക്ക് അറിവുണ്ടായിരുന്നില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കുടമൺ പിള്ളയുടെ കളരിയിലെ വീരമാർത്താണ്ഡന്റെയും മണമേൽ ഗുരുക്കളുടെയും നേതൃത്വത്തില് നാട്ടുകാർ കഠിനമായ അഭ്യാസമുറകൾ പഠിക്കുകയും രാത്രികാലങ്ങളിൽ നടത്തിയിരുന്ന ഈ പരിശീലനം ബ്രിട്ടീഷുകാർക്ക് അറിവുള്ളതുമായിരുന്നില്ല. കുടമൺ പിള്ളയുടെ യോദ്ധാക്കൾക്ക് പുറമെ മുസ്ലിം സൈന്യവും എത്തിയോടുകൂടി ആറ്റിങ്ങൽ കലാപം വിജയം കണ്ടു. കുടമൺ പിള്ളയുടെ യോദ്ധാക്കൾക്ക് പുറമെ മുസ്ലിം സൈന്യവും കൂടി എത്തിയതോടുകൂടിയാണ് ആറ്റിങ്ങൽ കലാപം വിജയം കണ്ടത്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 6 മാസക്കാലം നീണ്ടുനിന്ന അഞ്ചുതെങ്ങ് കോട്ടയുടെ ഉപരോധം തലശ്ശേരിയിൽ നിന്നും കൂടുതൽ ഇംഗ്ലീഷ് പട്ടാളക്കാരെത്തി അടിച്ചമർത്തി. ആറ്റിങ്ങൽ കലാപത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങൾക്ക് സഹായം നൽകിയ വ്യക്തിയായിരുന്നു കുടമൺ പിള്ള. പേരെന്താണ്? കുടമൺ പിള്ള. കുടമൺ പിള്ളയുടെ കളരിയിൽ വീരമാർത്താണ്ഡന്റെയും അതുപോലെ മണമേൽ ഗുരുക്കളുടെയും നേതൃത്വത്തിൽ നാട്ടുകാർ കഠിനമായ അഭ്യാസമുറകൾ പഠിച്ചു വരികയും രാത്രികാലങ്ങളിൽ നടന്നിരുന്ന ഈ പരിശീലനം ബ്രിട്ടീഷുകാർക്ക് അറിവുണ്ടായിരുന്നതുമില്ല. കുടമൺ പിള്ളയുടെ യോദ്ധാക്കൾക്ക് പുറമെ മുസ്ലിം സൈന്യവും എത്തിയതോടുകൂടി ആറ്റിങ്ങൽ കലാപം വിജയം കണ്ടു. ഇതിൽ മുസ്ലിം സൈന്യത്തിന്റെ പങ്ക് എടുത്തു പഠിച്ചോളെ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. കുടമൺ പിള്ളയുടെ യോദ്ധാക്കൾക്ക് പുറമെ മുസ്ലിം സൈന്യവും എത്തിയതോടുകൂടി ആറ്റിങ്ങൽ കലാപം വിജയം കാണുകയാണ് ചെയ്തത്. പഠിക്കുക. അന്നോളം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ആറ്റിങ്ങൽ കലാപം. അന്നോളം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ആറ്റിങ്ങൽ റാണിയും ബ്രിട്ടീഷുകാരും തമ്മിൽ പുതിയൊരു കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അന്നോളം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട ഏറ്റവും വലിയ പ്രഹരം എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമായിരുന്നു. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണിയും തമ്മിൽ പുതിയൊരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഈ കരാറ് പ്രകാരം, അതായത് പുതിയ കരാറ് പ്രകാരം, ആറ്റിങ്ങൽ കലാപം മൂലം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ മുഴുവൻ ആറ്റിങ്ങൽ റാണി പരിഗണിക്കണം. മദവന്മാരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ആറ്റിങ്ങൽ കലാപം മൂലം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ മുഴുവൻ ആറ്റിങ്ങൽ റാണി പരിഹരിക്കണം.
കുരുമുളക് കച്ചവടത്തിന്റെ പൂർണ്ണമായ കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകണം. കുരുമുളക് കച്ചവടത്തിന്റെ പൂർണ്ണമായ കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകണം. ഇഷ്ടമുള്ളിടത്ത് എല്ലാ വ്യവസായശാലകളും അല്ലെങ്കിൽ ഫാക്ടറികളും സ്ഥാപിക്കുവാനുള്ള അവകാശം ഈ കരാറിലൂടെ ബ്രിട്ടീഷുകാർ നേടിയെടുത്തു. ഇഷ്ടമുള്ളിടത്തല്ല വ്യവസായശാലകൾ അല്ലെങ്കിൽ ഫാക്ടറികൾ സ്ഥാപിക്കുവാനുള്ള അവകാശവും ഈ കരാറിലൂടെ ബ്രിട്ടീഷുകാർ നേടിയെടുത്തു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അന്നോളം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണിയും തമ്മിൽ പുതിയൊരു കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം ആറ്റിങ്ങൽ കലാപം മൂലം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉണ്ടായ നഷ്ടങ്ങൾ മുഴുവൻ ആറ്റിങ്ങൽ റാണി പരിഹരിക്കണം. കുരുമുളക് കച്ചവടത്തിന്റെ പൂർണ്ണമായ കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകണം. ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യവസായശാലകൾ സ്ഥാപിക്കാനുള്ള അവകാശം ഈ കരാറിലൂടെ ബ്രിട്ടീഷുകാർ നേടിയെടുക്കുകയും ചെയ്തു. പഠിക്കുക. അടുത്താണ് PSCയുടെ സ്ഥിരം ചോദ്യ മേഖല കുളച്ചൽ യുദ്ധം. എന്താണ് കുളച്ചൽ യുദ്ധം എന്ന് നമുക്ക് നോക്കാം. തന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയുള്ള ഡച്ചുകാരുടെ കൈകടത്തൽ മാർത്താണ്ഡവർമ്മയെ ഡച്ചുകാർക്കെതിരായി പട നയിക്കുവാൻ കാരണമായി. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ കുളച്ചൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. മറക്കല്ലേ, തന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായുള്ള ഡച്ചുകാരുടെ കൈകടത്തൽ മാർത്താണ്ഡവർമ്മയെ ഡച്ചുകാർക്കെതിരായി പട നയിക്കുവാൻ കാരണമായി. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന ഈ യുദ്ധത്തെ കുളച്ചൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. കുളച്ചൽ യുദ്ധം അടിച്ചമർത്തുന്നതിന് വേണ്ടി ഡച്ച് പീരങ്കി പടയാളികൾ എത്തിയത് സിലോണിൽ നിന്നും അല്ലെങ്കിൽ ഇന്നത്തെ ശ്രീലങ്കയിൽ നിന്നും. പഠിച്ചോളനെ, കുളച്ചൽ യുദ്ധം അടിച്ചമർത്തുന്നതിന് വേണ്ടി ഡച്ച് പീരങ്കിപ്പട എത്തിയത് സിലോണിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ശ്രീലങ്കയിൽ നിന്ന്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ നാട്ടുരാജ്യത്തോട് തോൽക്കേണ്ടി വരുന്ന യുദ്ധം ചോദിച്ചാൽ അത് കുളച്ചൽ യുദ്ധം. ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ നാട്ടുരാജ്യത്തോട് തോൽക്കേണ്ടി വന്ന യുദ്ധം എന്ന് ചോദിച്ചാൽ അത് കുളച്ചൽ യുദ്ധമാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കുളച്ചൽ യുദ്ധം തന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയുള്ള ഡച്ചുകാരുടെ കൈകടത്തൽ മാർത്താണ്ഡവർമ്മയെ ഡച്ചുകാർക്കെതിരായി പട നയിക്കുവാൻ കാരണമായി. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന ഈ യുദ്ധത്തെ കുളച്ചൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. കുളച്ചൽ യുദ്ധം അടിച്ചമർത്തുന്നതിന് വേണ്ടി ഡച്ച് പീരങ്കിപ്പട എത്തിയത് സിലോണിൽ നിന്ന്, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ നിന്ന്. കുളച്ചൽ യുദ്ധത്തിന് ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുന്നു. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുന്നു. ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ നാട്ടുരാജ്യത്തോട് തോൽക്കേണ്ടി വന്ന യുദ്ധം എന്ന് ചോദിച്ചാൽ അത് കുളച്ചൽ യുദ്ധമാണ്. പഠിക്കുക. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ഡിലനോയി ആയിരുന്നു. കുളച്ചൽ യുദ്ധത്തില് ഡച്ച് സൈന്യത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ക്യാപ്റ്റൻ ഡിലനോയി ആയിരുന്നു. കുളച്ചൽ യുദ്ധത്തിന്റെ ഭാഗമായി മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് സൈന്യാധിപനാരെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സൈനിക പടത്തലവനാരെന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ ഡിലനോയി ആണ്. കുളച്ചൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് സൈനിക പടത്തലവനാരെന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ ഡിലനോയി ആണ്. ഒന്നുകൂടി പറയാം, കുളച്ചൽ യുദ്ധത്തിന്റെ ഭാഗമായി മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് സൈനിക പടത്തലവനെ എന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ഡിലനോയി ആണ്. മാർത്താണ്ഡവർമ്മ വലിയ കപ്പിത്താൻ എന്ന പദവി നൽകിയ സൈനിക പടത്തലവൻ ക്യാപ്റ്റൻ ഡിലനോയി ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. മാർത്താണ്ഡവർമ്മ വലിയ കപ്പിത്താൻ എന്ന പദവി നൽകിയ സൈനിക പടത്തലവനാരെന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ ഡിലനോയി ആണ്. മാർത്താണ്ഡവർമ്മയുടെ സൈനിക ശക്തിക്ക് ആയുധ പരിശീലനം നൽകുവാൻ സമ്മതിച്ച ഡച്ച് സൈനിക പടത്തലവൻ ക്യാപ്റ്റൻ ഡിലനോയി. ഇത്രയും ഭാഗം വ്യക്തമായിട്ട് പഠിച്ചോളേ. മാർത്താണ്ഡവർമ്മയുടെ സൈനിക ശക്തിക്ക് ആയുധ പരിശീലനം നൽകുവാൻ സമ്മതിച്ച ഡച്ച് സൈനികൻ ചോദിച്ചാൽ അല്ലെങ്കിൽ സൈനിക പടത്തലവൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാപ്റ്റൻ ഡിലനോയി ആണ്. ഒന്നുകൂടി പറയാം, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ഡിലനോയി ആണ്. കുളച്ചൽ യുദ്ധത്തിന്റെ ഭാഗമായി മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് സൈനിക പടത്തലവൻ ക്യാപ്റ്റൻ ഡിലനോയി. മാർത്താണ്ഡവർമ്മ വലിയ കപ്പിത്താൻ എന്ന പദവി നൽകിയ സൈനിക പടത്തലവൻ ക്യാപ്റ്റൻ ഡിലനോയി ആണ്. മാർത്താണ്ഡവർമ്മയുടെ സൈനിക ശക്തിക്ക് ആയുധ പരിശീലനം നൽകുവാൻ സമ്മതിച്ച ഡച്ച് സൈനിക പടത്തലവനാരെന്ന് ചോദിച്ചാലും അത് ക്യാപ്റ്റൻ ഡിലനോയി ആണ്. പഠിക്കുക. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന മേഖലയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, പഴശ്ശി യുദ്ധങ്ങൾ. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴശ്ശിരാജ. മറക്കരുത്, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ 2 പോയിന്റും നന്നായിട്ട് പഠിക്കുക. മറക്കരുത്, സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കേരള സിംഹം എന്നുള്ള പുസ്തകത്തിൽ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ പ്രതിപാദിച്ചത്. അതും സുഹൃത്തുക്കൾ മറക്കരുത്.
പൈച്ച് രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും അറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജ. ഇംഗ്ലീഷുകാർക്ക് പഴശ്ശിരാജ എന്നൊന്നും വായിൽ വരത്തില്ല. അവരെന്താ വിളിച്ചിരുന്നത്? പൈച്ച് രാജ എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ കൊട്ടിയോട് രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? പഴശ്ശിരാജയായിരുന്നു. പുരളിച്ചെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി LD ലെവൽ ചോദ്യമാണ്, പഠിക്കണേ. പുരളിച്ചെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജയാണ്. അതുപോലെ തന്നെ പഴശ്ശിരാജയുടെ മുഴുവൻ പേര് PSC LGS ലെവൽ ചോദിച്ചിരുന്നു. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ പൂർണ്ണമായ പേര്. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം സ്വരൂപം, കോട്ടയം ജില്ല അല്ലേ സുഹൃത്തുക്കൾ? ഓർത്തോളെ, കോട്ടയം സ്വരൂപമാണ്. സ്വരൂപം എന്ന് വെച്ചാൽ രാജവംശം. അപ്പോ പഴശ്ശിരാജയുടെ രാജവംശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം സ്വരൂപമാണ്. യുദ്ധത്തിന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ, പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1793 മുതൽ 1805 വരെയാ സുഹൃത്തുക്കളെ. പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1793 മുതൽ 1805 വരെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് 2 ഘട്ടമായിട്ടാണ് നടന്നതെന്ന്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും ശക്തമായ യുദ്ധം എന്നറിയപ്പെടുന്നത് പഴശ്ശി യുദ്ധമായിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും ശക്തമായ യുദ്ധം എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? പഴശ്ശി യുദ്ധമായിരുന്നു. മറക്കാതിരിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 പഴശ്ശി യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന അല്ലെങ്കിൽ യുദ്ധം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1793 മുതൽ 1797 വരെയാണ്. ഏത് മുതൽ ഏത് വരെയാണ്? 1793 മുതൽ 1797 വരെയാണ്. വർഷത്തിനെ കുറിച്ച് ആലോചിച്ച് സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമുക്ക് അവസാനം കോഡിലൂടെ വർഷമൊക്കെ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് പഠിച്ചു കളയാം. ഇപ്പോൾ ഇത് മാത്രം ഓർക്കുക, പഴശ്ശി വിപ്ലവം നടന്ന വർഷം ചോദിച്ചാൽ 1793 1797. ഒന്നാം പഴശ്ശി യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. ആരുടെ? ബ്രിട്ടീഷുകാരുടെ. അപ്പൊ ഒന്നാം പഴശ്ശി യുദ്ധത്തിന്റെ പ്രധാന കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ചോദിച്ചാൽ പുരളിമല. പുരളിമലയെ ബേസ് ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യുന്ന രാജാവായത് കൊണ്ടാണ് പഴശ്ശിരാജയെ പുരളിച്ചെമ്മൻ എന്ന പേരിൽ എന്താണ് അറിയപ്പെട്ടത് സുഹൃത്തുക്കൾ ഓർക്കുക. ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിക്കുന്നതിന് ഇടനിലക്കാരനായ രാജാവ് 30-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചിരുന്നു. പഠിക്കുക, ചിറക്കൽ രാജാവ്. മറക്കരുത്. ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിക്കുന്നതിന് ഇടനിലക്കാരനായി നിന്ന രാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിറക്കൽ രാജാവ്. അടുത്തതായും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയും പഠിക്കേണ്ട പഴശ്ശി വിപ്ലവമാണ് രണ്ടാം പഴശ്ശി യുദ്ധം അല്ലെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി യുദ്ധത്തിന് കാരണമായത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചാല് 4ാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു ഇത്. മറക്കരുത്. രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടായതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ വയനാട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ജില്ലയെ എന്ത് ചെയ്തു? പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4ാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ സൈന്യത്തെ നയിച്ചവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കൈതേരി അമ്പു. മറക്കരുത്. ആരൊക്കെയാണ്? കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമാൻ നായർ. ഇവയെല്ലാം പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. രണ്ടാം പഴശ്ശി വിപ്ലവത്തിലെ പഴശ്ശി സൈന്യത്തെ നയിച്ചവരാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ. രണ്ടാം പഴശ്ശി വിപ്ലവത്തെ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യർ നേതാവായിരുന്നു തലക്കൽ ചന്തു. PSC റിപ്പീറ്റ് അടിച്ച ചോദ്യമാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തെ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യർ നേതാവ്. അങ്ങനെ തന്നെ പഠിച്ചോളേ. കുറിച്യർ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലക്കൽ ചന്തു ആയിരുന്നു. എടച്ചേന കുങ്കനും തലക്കൽ ചന്തവും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ചോദിച്ചാൽ 1802. മറക്കരുത്. പനമരം കോട്ട ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതായിരുന്നു. ഈ പനമരം കോട്ട തലക്കൽ ചന്തവും എടച്ചേന കുങ്കനും ചേർന്ന് 1802 പിടിച്ചടക്കി. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജയുടെ യുദ്ധതന്ത്രം അറിയപ്പെട്ടിരുന്ന പേരാണ് ഗൊറില്ല യുദ്ധതന്ത്രം. LGS LDC ലെവൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യം. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജയുടെ യുദ്ധതന്ത്രം അറിയപ്പെട്ടിരുന്ന പേരാണ് ഗൊറില്ല യുദ്ധതന്ത്രം. രണ്ടാം പഴശ്ശി വിപ്ലവ കാലത്ത് തലശ്ശേരിയുടെ സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാർവേ ബാബർ. മറക്കരുത്. രണ്ടാം പഴശ്ശി വിപ്ലവ കാലത്ത് തലശ്ശേരി സബ് കളക്ടർ ആര് എന്ന് ചോദിച്ചാൽ തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആർതർ വെല്ലസ്ലി. മറക്കരുത്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആര് എന്ന് ചോദിച്ചാൽ അത് ആർതർ വെല്ലസ്ലി ആണ്. പഴശ്ശിരാജയെ പിടിക്കുന്നതിന് വേണ്ടി ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈന്യം അറിയപ്പെടുന്ന പേരാണ്
പേരാണ് കോൽക്കർ. മറക്കരുത്. പഴശ്ശിരാജയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈന്യം അറിയപ്പെടുന്ന പേരാണ് കോൽക്കർ. പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചത് 1805 നവംബർ 30 മാവിലത്തോട് വെച്ച്. സുഹൃത്തുക്കൾ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ 1805 നവംബർ 30 മാവിലാം തോട് വെച്ച്, അല്ലെങ്കിൽ മാവിലത്തോട് ഇപ്പോഴത്തെ എവിടെയാണ്? വയനാട് ജില്ലയില്. മറക്കരുത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. മറക്കരുത്. പഴശ്ശി സ്മാരകം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, അത് ഈസ്റ്റ് ഹില്ല്, കോഴിക്കോട്. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് പറയുന്നത് സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. പഴശ്ശി സ്മാരകം എവിടെയാന്ന് ചോദിച്ചാൽ വയനാട്. പഴശ്ശി മ്യൂസിയം എവിടെയാന്ന് ചോദിച്ചാൽ അത് ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി ഡാം, വളപട്ടണം പുഴ, കണ്ണൂർ. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. പഴശ്ശി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? വളപട്ടണം പുഴ, കണ്ണൂർ ജില്ല. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് മലപ്പുറം ജില്ല. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി, വയനാട്. പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ വളപട്ടണം പുഴ, കണ്ണൂർ. പഴശ്ശി ഗുഹ എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം. പഴശ്ശി കോളേജ് എവിടെയെന്ന് ചോദിച്ചാൽ പുൽപ്പള്ളി, വയനാട്. സുഹൃത്തുക്കൾ മറക്കരുത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം, വയനാട്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ സുഹൃത്തുക്കളെ? പനമരം, വയനാട്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? പനമരം, വയനാട്. പഴശ്ശി സ്മാരകം എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പ്. മറക്കരുത്. പഴശ്ശി സ്മാരകങ്ങൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? KKN കുറുപ്പ്. കുറച്ച് ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. ഇതാണ് PSC LP UP ലെവൽ ചോദിച്ചത്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് മുണ്ടക്കയം ഗോപി. പഴശ്ശി കലാപത്തെ തകർക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടി. LD ലെവൽ ചോദിച്ച ചോദ്യമാണ്. പഴശ്ശി കലാപത്തെ തുടർന്ന് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എന്ന് ചോദിച്ചാൽ അത് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട പ്രധാന സിനിമകളാണ് നമ്മൾ പറയുന്നത്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം ഇറക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ഹരിഹരനാണ് സംവിധാനം ചെയ്തത്. അതുപോലെ തന്നെ തിരക്കഥ എഴുതിയിരിക്കുന്ന ആരാണ്? MT വാസുദേവൻ നായരാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഹരിഹരനാണ്. അതിന്റെ തിരക്കഥ ആരെന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായരാണ്. അതുപോലെ അതിൽ പഴശ്ശിരാജയെ വേഷമിട്ടിരിക്കുന്ന ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മമ്മൂക്കയാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോകുലം ഗോപാലനാണ്. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ഇതിന്റെ രണ്ടാം ഭാഗം ഉടനെ തന്നെ വരുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നന്ദി, നമസ്കാരം.